സൂര്യ, പ്രധാനമന്ത്രി മികച്ച രീതിയിൽ ഒരു പ്രസംഗം നടത്തി. അതിൽ ചില രൂക്ഷ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ, ഇന്ത്യ സഖ്യ നേതാക്കൾക്കെതിരെ അടക്കം വിമർശനങ്ങൾ ഉയർന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഇതിനൊക്കെ മറുപടി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. കാളിദാസ്, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ ആദ്യഘട്ട കമ്മീഷനിങ് അങ്ങനെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറെ യാഥാർത്ഥ്യമാകില്ല എന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മൂന്നാം ഘട്ടം പൂർത്തിയായി ആദ്യഘട്ട കമ്മീഷനിങ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ഘട്ടം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം അത് പൂർണ്ണാർത്ഥത്തിൽ സജ്ജമാകുന്നതിന് വേണ്ടി ബാക്കിയുള്ളത്. ഇതിനോടകം തന്നെ റെക്കോർഡുകൾ സ്വന്തമാക്കി കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നാലാം ഘട്ടം ഈ മാസം തന്നെ തുടങ്ങുമെന്നുള്ളത് MD തന്നെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ദിവ്യ സയ്യർ തന്നെ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. 2028 കൂടി പൂർണ്ണാർത്ഥത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് എല്ലാ തരത്തിലും പ്രവർത്തന സജ്ജമാകും. അതിനുള്ള തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. ഇന്നിപ്പോൾ ആദ്യഘട്ട കമ്മീഷനിങ് അത് വലിയ മാമാങ്കത്തോടെ തന്നെയാണ് നടത്തപ്പെട്ടത് എന്നുള്ളതാണ്. അതിൽ വേദിയിൽ നമുക്ക് നോക്കുമ്പോൾ ഈ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, കേന്ദ്ര സഹമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, ഗവർണർ ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ടായിരുന്നു. അപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം അത് വലിയ ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവിന് തുടക്കത്തിൽ ക്ഷണമുണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ടായിരുന്ന ക്ഷണം അത് പ്രതിപക്ഷ നേതാവ് നിരാകരിക്കുകയായിരുന്നു. താൻ പങ്കെടുക്കില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു കഴിഞ്ഞു. 3 പേർക്കാണ് പ്രസംഗിക്കാൻ വേദിയിൽ അവസരമുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, തുറമുഖ മന്ത്രി VN വാസവൻ. 3 പേരും അവർക്ക് പറയാനുള്ളത് ആ പറയുന്ന നൽകിയിട്ടുള്ള സമയത്തിൽ പറഞ്ഞു തീർത്തു എന്നുള്ളത് തന്നെയാണ്. അത് പരസ്പരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടും നേട്ടങ്ങൾ, തങ്ങൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ വിവരിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ആ സമയം വിനിയോഗിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. കാരണം മുഖ്യമന്ത്രി വിഴിഞ്ഞത്തിന്റെ ഏറിയ പങ്കും ചെലവഴിച്ചത് അത് LDF സർക്കാർ ആണ് എന്നുള്ളത് തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം, സംസ്ഥാന സർക്കാരുകൾ കുറച്ച് മുൻപ് വരെ തർക്കങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. VGF ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. ഒടുവിൽ കടമായിട്ട് മാത്രമേ VGF തുക നൽകുകയുള്ളൂ എന്നുള്ള കേന്ദ്ര നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അത് സാമ്പത്തിക പ്രതിസന്ധി കാരണം അംഗീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ്ങിൽ പ്രസംഗിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറിയ പങ്കും ചെലവഴിച്ചത് LDF സർക്കാർ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കാൻ ആ സമയം വിനിയോഗിച്ചു എന്ന് നമുക്ക് പറയാം. പ്രതിസന്ധികളിൽ തളരാതെ കേരളം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയി. പദ്ധതി പൂർത്തിയാക്കാനുള്ള ഊർജം നൽകിയത് നാടിന്റെ ഒരുമയും ഐക്യവുമാണ്. എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷമാണ് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത് നേരിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വേദി കൂടിയാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങ് മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിപ്പോൾ വിഴിഞ്ഞത്ത് രാഷ്ട്രീയം പറഞ്ഞു പ്രധാനമന്ത്രി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ പരിപാടി അത് ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തും എന്നുള്ള പരോക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളാണല്ലോ പിണറായി വിജയനും ശശി തരൂരും എന്നുള്ള കാര്യമൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖം അത് അദാനി ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കി എന്നുള്ളതും നരേന്ദ്രമോദി പറയുന്നുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയവും വിമർശനവും കൂടി പറയാനുള്ള വേദിയാക്കി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് മാറ്റി. പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചടങ്ങിൽ ചർച്ചയായി എന്നൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് ഏകദേശം രാജവംശകാലം മുതൽ കേരളം സ്വപ്നം കാണുന്ന സ്വപ്ന പദ്ധതി അത് അക്ഷരാർത്ഥത്തിൽ ഇന്നിപ്പോൾ ആദ്യഘട്ട കമ്മീഷനിങ് പൂർത്തിയായി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. രാജ്യത്തിന്റെ തന്നെ യശസ് ഉയർത്തുന്ന തുറമുഖമായിട്ട് കേരളത്തിന്റെ തെക്കേയറ്റത്തുള്ള തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം തുറമുഖം മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് നേരത്തെ തന്നെ പല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം അത് തെളിയിച്ച് കഴിഞ്ഞിട്ടുമുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു ഘട്ടം കൂടി മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ
പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാൻ ഉള്ളത്. ഏകദേശം 4 മാസം മുമ്പ് തന്നെ ചരക്ക് നീക്കമൊക്കെ വിഴിഞ്ഞം തുറമുഖത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് തുറന്നു പറയാം, ലോകത്തിന്റെ കണ്ണുകൾ അല്ലെങ്കിൽ തുറമുഖ വ്യാപാരത്തിന്റെ ലോക കണ്ണ് അത് വിഴിഞ്ഞത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം. കാരണം ഇതിനോടകം തന്നെ വൻ കമ്പനികളുടെ കൂറ്റൻ മദർഷിപ്പുകൾ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തന സജ്ജമാകുന്നതിന് മുൻപേ കൂറ്റൻ കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞു. അവരുടെ ശ്രദ്ധ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞതാണ്. പ്രകൃതി തന്നെ ഒരുക്കിയ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം. മറ്റു തുറമുഖങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതകൾ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. സ്വാഭാവികമായി ആഴം, ഏത് കൂറ്റൻ മദർഷിപ്പിനെയും കപ്പലുകളെയും താങ്ങാൻ കഴിയുന്നത്ര ആഴമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അത്തരത്തിൽ പ്രത്യേകതകളോട് കൂടി വിഴിഞ്ഞം തുറമുഖം തയ്യാറെടുത്ത് ആദ്യഘട്ട കമ്മീഷനിങ് പൂർത്തിയായി നിൽക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് നീക്കം അത് നമ്മുടെ വിഴിഞ്ഞത്തിന് നടക്കാൻ പോകുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന, അത് സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെ ആണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം 12:30 മണിയോടുകൂടി പ്രധാനമന്ത്രി തിരികെ പോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുവരെ വലിയ സുരക്ഷ തന്നെയാണ് ഈ തലസ്ഥാനത്തും അതുപോലെ തന്നെ തുറമുഖത്തും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം അത് കമ്മീഷനിങ്ങുമായിട്ട് ഭാഗമായിട്ട് ഇതുവരെ തലസ്ഥാനം കാണാത്ത സുരക്ഷയും നമ്മൾ കണ്ടു എന്നുള്ളത് തന്നെയാണ്. എല്ലാ സേനകളും ഒരുമിച്ച് നിന്ന് സുരക്ഷാ വലയം തീർത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. തുറമുഖം കമ്മീഷനിങ് പരിപാടി നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ രാജവംശത്തിന്റെ സ്വപ്നം അത് പിന്നീട് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് മാറി, അതിന് കാലതാമസമെടുത്ത് ഇപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖം എന്ന ആ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി നേട്ടങ്ങളുടെ നാളുകൾ കൂടിയാണ്.